കെട്ടിക്കോളാം. താര പറ, അങ്ങനെയുള്ളവര് പിരിഞ്ഞാൽ എന്താ? അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് രണ്ടുപേരുടെ കയ്യിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാറുണ്ട്. അവര് പിരിഞ്ഞാൽ എന്റെ ഫണ്ട് നേർപകുതിയാകും. മക്കളായ ഇങ്ങനെ വേണം. ഇത്രയും സ്നേഹമുള്ള ഒരു മകളെ മഷി ഇട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. നീ വെറുംതാരയല്ല, ഒരു നയൻതാരയാണ്. Sir, you're so funny. Actually, I like you. പക്ഷേ സാറിന് വേറെ ലൈനുള്ള കാര്യം എനിക്കറിയാം. മൈ ബാഡ് ലക്ക്. സാർ എന്നോട് ശരിക്കും ക്ഷമിച്ചെങ്കിൽ സാർ എനിക്കൊരു ഉമ്മ തരുമോ? ഉമ്മ മാത്രമാക്കണ്ടടി, വാപ്പയും തരാം. Oh mom, dad, oh god. മോമല്ലടി, വായാടി. AK-47. ഡാഡ് പറയാൻ വെച്ചാ ചെറിയ ചെറിയ പാമ്പ് കടിക്കലോത്ത് വളർത്തി. എന്നോടാണോടി? Oh sir, why this kolaveri? You are there and your stain is there. What do you mean, sir? നിങ്ങളായി, നിങ്ങളുടെ പാടായി. നിങ്ങളിങ്ങനെ ബഹളം വെക്കാതെ. എന്തോന്നിത്? താര ചെയ്തത് തെറ്റാണ്, പക്ഷേ അതിന് അവളെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾ മാതാപിതാക്കള് പരസ്പരം പറയുന്നതും ചെയ്യുന്നതും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഉപകരണങ്ങളാണ് മക്കള്. താരയുടെ മാർഗശുദ്ധിയും ഉദ്ദേശവും എല്ലാം ഒരുപക്ഷെ തെറ്റായിരിക്കാം, പക്ഷേ അവളുടെ ലക്ഷ്യം അത് നിങ്ങളെ ഒന്നിപ്പിക്കാനായിരുന്നു. സമയം അത് ഇനിയും വൈകിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൊറുത്തും സ്നേഹിച്ചും വസിക്കണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമേ ഈ പാവം ബലിയാടിനുള്ളൂ. ആശേ, എന്നെ അടിക്കാനൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഒറ്റ വാക്കി പറയട്ടെ. നന്ദിയുണ്ട് കേട്ടോ. ഞാൻ പോയി നമുക്ക് പോകാനുള്ള വണ്ടി മേടിച്ചിട്ട് വരാം. നിങ്ങളും ആശയുടെ യാത്രയോ എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് വാ. Sir, I'm really sorry. അതെ സർ, കാള പെറ്റൂന്ന് കേട്ടതേ ഞങ്ങൾ കയറെടുത്തു. All is well that ends well എന്നല്ലേ? സർ, അപ്പൊ ഞാൻ നിക്കണോ പോണോ? എന്റെ മോളി, അല്ല വെറും മോളി, നീ ഇതുവരെ പോയില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, എലീന എനിക്ക് പിറക്കാതെ പോയ എന്റെ ചേച്ചിയായിട്ടും താര എനിക്ക് പിറക്കാതെ പോയ എന്റെ അനിയത്തിയായിട്ടും ഒക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും അമ്മയും മകളുമോ അതോ പിറക്കാതെ പോയ സഹോദരിമാരോ? ഞാനെത്തി, റെഡിയായോ? അല്ല, ഇതാരും ദേവിയാ? ദേവി എന്നാ ഇവിടെ? അല്ല, ദേവിക്ക് ഇവരെ മനസ്സിലായോ? ഇത് താര, ഇത് അലീന, ഇത് മോളി. മോളി അറിയാമല്ലോ അല്ലേ? ഇവരൊക്കെ ആരാ? ഇവളൊക്കെ മോളിയുടെ ഫ്രണ്ട്സാ. എന്നാ പിന്നെ എല്ലാരും ഇറങ്ങുമല്ലേ? നമുക്ക് പിന്നെ കാണാം. അല്ല, നമ്മളെന്തിനാ പിന്നെ കാണുന്നല്ലേ? വേണ്ട, നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോടി പോടി. മോഹന മോളിയുടെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ അറിയാം. എന്റെ 2 ഫ്രണ്ട്സിന്റെ പേര് പറയാമോ? പിന്നല്ലാതെ. ഷായി അല്ല, മേരി, രാജേശ്വരി. മോളിയുടെ ഫ്രണ്ട്സിനെല്ലാം സൽക്കരിക്കാനോ ശൃംഗരിക്കാനോ എല്ലാം മോഹന് സമയമുണ്ട്. ഞാൻ സിനിമയ്ക്ക് വിളിച്ചോ പേപ്പർ നോക്കാണ്ട് അതുണ്ട് ഇതുണ്ട്. എന്റെ പൊന്നു ദേവി, ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും പറഞ്ഞ നീ വിശ്വസിക്കത്തില്ല. അത്രയ്ക്ക് വിചിത്രമായ സംഭവങ്ങളായിരുന്നു. ഞാനൊരു മരമണ്ടിയൊന്നും അല്ല ഒന്നും മനസ്സിലാകാതിരിക്കാൻ.
മോഹൻ എന്നോട് ഒരു സ്നേഹവുമില്ല. ഇനി കല്യാണവും വേണ്ട, ഒരു ബന്ധവും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ ഈ സ്നേഹമായിട്ട് കൂട്ടിക്കൊഴിക്കുന്ന എന്തിനാ? പോയോ? ഇനി ഇവിടെങ്ങാനും ആരേലും ഒളിച്ചിരിപ്പുണ്ടോ? നല്ല ബെസ്റ്റ് ദിവസമാ. റമ്മെങ്കിൽ റമ്മ്. ഇങ്ങനെ ആയിരിക്കും ഓരോരുത്തർ കള്ളുകൂടി തുടങ്ങുന്നത്. ലാക്സേറ്റീവ് നമ്മുടെ ചാണ്ടിയുടെ വിഷവാ. എക്കത്തിനും കലക്കി കൊടുക്കണം. ഒരാഴ്ച തൂറ്റൽ പിടിച്ച് കിടക്കട്ടെ. ഇതിന്റെ എക്സ്പയർ എങ്ങാനും കഴിഞ്ഞാണോ? Mohan, I came to return the engagement ring and I want to take mine as well. Oh Mohan, are you committing suicide? Oh, you dumb boy. Mohan, ഞാൻ പോയത് കൊണ്ടാണോ? I am so sorry. മോഹന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതേയില്ല. I am such a fool. Oh. നന്ദി. അരങ്ങിലെ നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ഇവരൊക്കെ: മോഹൻ, മനേക്ഷ, ദേവി, ശില്പ അനിൽ, മോളി, ഹനാൻ ഷാൻ, എലീന, റജീന ഷബീർ, താര, സ്മിത ദീപു. നാടകം രചിച്ച് സംവിധാനം ചെയ്ത് ചാണ്ടിയായി അഭിനയിച്ചത് സഞ്ജയ് ചെറിയാൻ. താങ്ക് യു.